നമുക്ക് മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. പക്ഷെ ഓട്ടോമാറ്റിക്കിൽ AMD ഉണ്ട്, CVT ഉണ്ട്, IVT ഉണ്ട്, DCT ഉണ്ട്, DST ഉണ്ട്, ടോർക്ക് കൺവേർട്ടർ ഉണ്ട്, IMD ഉണ്ട്. സോ എന്താണ് ഇതൊക്കെ? എന്താണ് ഇതിൻ്റെയൊക്കെ ഡിഫറൻസ്? ഇതിൽ ഏതാണ് നിങ്ങൾ എടുക്കേണ്ട ഓട്ടോമാറ്റിക് വേരിയൻറ്റ്? നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ AMD, ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ. സോ ഇത് ബേസിക്കലി ഒരു മാനുവലാണ്, ബട്ട് നമുക്ക് വേറെ ഒരു റോബോട്ട് ഗിയർ ചേഞ്ച് ചെയ്യും. സോ ഇതൊരു അഫോർഡബിൾ ഓട്ടോമാറ്റിക് പ്ലസ് നല്ല മൈലേജ് ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് AMD എടുക്കാം. ഇത് നിങ്ങൾക്ക് മാരുതി സ്വിഫ്റ്റ്, ടാറ്റ പഞ്ച്, ഹ്യുണ്ടായി എക്സ്റ്റർ എന്ന വണ്ടികളിലൊക്കെ കാണാൻ പറ്റും. അടുത്തത് CVT or IVT ആണ്. ഇതിന് ഫിക്സ് ആയിട്ടുള്ളൊരു ഗിയർ ഇല്ല, പക്ഷെ ഒരു ബെൽറ്റ് യൂസ് ചെയ്ത് വണ്ടിയുടെ ഒരു ഐഡിയൽ RPM കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. സോ അതുകൊണ്ടാണ് നമുക്കിത് ട്രാഫിക്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നത്. നമ്മുടെ ഹ്യുണ്ടായി കിയ ഗ്രൂപ്പൊക്കെ ഇതിന് CVT പകരം IVT എന്നാണ് പറയുന്നത്. സോ ഇത് ബേസിക്കലി സെയിം ആണ്. സോ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ നമ്മൾ കാല് കൊടുത്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു റബ്ബർ ബാൻഡ് ഫീൽ കിട്ടും. ആദ്യമേ കാല് RPM കയറും, പക്ഷേ സ്പീഡ് അതിന് ശേഷം ഒരു ലാഗ് ഉണ്ടായിട്ട് കയറും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. നമുക്കിത് ഹോണ്ട സിറ്റി, ഹോണ്ട എലിവേറ്റ്, ഹ്യുണ്ടായി വെർണ എന്നൊക്കെ കാറുകളിലൊക്കെ കാണാൻ പറ്റും. അടുത്തത് DCT or DST ആണ്. ഇതാണ് പെർഫോമൻസ് ഗിയർ ബോക്സ്. ഇതിൽ 2 ക്ലച്ച് ഉണ്ട്, ഒന്ന് ഓഡ് ഗിയേഴ്സും ഒന്ന് ഈവൻ ഗിയേഴ്സും ഹാൻഡിൽ ചെയ്യും. സോ അടുത്ത ഗിയർ ഓൾറെഡി റെഡി ആയിരിക്കും. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അടുത്ത ഗിയർ റെഡി ആയിരിക്കും. സോ അതുകൊണ്ട് DCT നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് നിങ്ങൾക്ക് തരും. ഫോക്സ്വാഗൻ ഗ്രൂപ്പ് DCTക്ക് വരെ ഇതിന് DST എന്നാണ് പറയുന്നത്. സോ ഇത് ബേസിക്കലി സെയിം ആണ്, ലൈക്ക് CVT, IVT. നമുക്കിത് ഫോക്സ്വാഗൻ വിർട്ടസ്, സ്കോഡ സ്ലാവിയ, ഹ്യുണ്ടായി ക്രെറ്റ, കിയ സെൽറ്റോസ് എന്ന വണ്ടിയിലൊക്കെ കാണാൻ പറ്റും. സോ അടുത്ത ടോർക്ക് കൺവേർട്ടർ ആണ്. ഇതിന് നമുക്ക് ഒറിജിനൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് പറയാം. സോ ഇതിന് ക്ലച്ചിന് ഒരു ഫ്ലൂയിഡ് പ്രഷറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ റോഡ് കണ്ടീഷനും ഇന്ത്യൻസിനും യൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് നമുക്ക് ടോർക്ക് കൺവേർട്ടർ എന്ന് പറയാൻ പറ്റും. ഇത് നല്ല സ്മൂത്ത് ആണ്, റിലയബിൾ ആണ്, കംഫർട്ടബിൾ ആണ്, ട്രാഫിക്കിലും അടിപൊളിയാണ്. നമുക്കിത് സ്കോർപിയോ, ഫോർച്യൂണർ എന്നുള്ള വണ്ടികളിലൊക്കെ കാണാൻ പറ്റും. അടുത്തത് IMD ആണ്. സോ ഇതിൽ നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യണം, പക്ഷേ നിങ്ങൾക്ക് ക്ലച്ച് ഉണ്ടാവില്ല. സോ ബേസിക്കലി ഇതൊരു ഓട്ടോമാറ്റിക് മാനുവൽ മിക്സ് ആണെന്ന് പറയാൻ പറ്റും. നമുക്കിത് കിയ സോണറ്റ്, കിയ കാരസ്, ക്ലാബ്സ് എന്ന വണ്ടികളൊക്കെ കാണാൻ പറ്റും. സോ ഇനി നമുക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന് നോക്കാം. സോ നിങ്ങൾക്ക് റിലയബിലിറ്റി പ്ലസ് കംഫർട്ടാണ് വേണമെങ്കിൽ നിങ്ങൾ ടോർക്ക് കൺവേർട്ടർ എടുക്കുക. അതല്ല നിങ്ങൾക്ക് മൈലേജ് പ്ലസ് സ്മൂത്ത് സിറ്റി റൈഡാണ് വേണമെങ്കിൽ CVT or IVT എടുക്കുക. അതല്ല നിങ്ങൾ പെർഫോമൻസ് ആണ് നോക്കുന്നത് DST or DCT ഗിയർ ബോക്സ് എടുക്കുക. അതല്ല നിങ്ങൾക്ക് ഒരു ചീപ്പസ്റ്റ് ഓട്ടോമാറ്റിക് വേർഷൻ ആണ് വേണ്ടെങ്കിൽ AMD എടുക്കുക. അതല്ല നിങ്ങൾ ഗിയർ ചേഞ്ച് ചെയ്യണം, ബട്ട് ക്ലച്ച് ഈ ട്രാഫിക്കിൽ ക്ലച്ച് ചവിട്ടാനാണ് പാടെങ്കിൽ നിങ്ങൾ IMD എടുക്കുക. സോ നിങ്ങൾ ഇതിൽ ഏത് ചൂസ് ചെയ്യും? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.